മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഭീഷണി പ്രസംഗവുമായി പി.വി. അൻവർ തന്നെയും യു.ഡി.എഫ് പ്രവർത്തകരെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കുമെന്ന് പി.വി. അൻവറിന്റെ ഭീഷണി. ഒരു തർക്കവുമില്ല, ഞങ്ങൾ തലക്കേ അടിക്കുമെന്നും കൊലവിളി. ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പി.വി. അൻവർ. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന, അഭ്യർത്ഥന പറയാം. ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു.ഡി.എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ, നമുക്കറിയാം. വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും, തടിക്ക് ബോധമുണ്ടായിക്കൊള്ളണം, അതിനൊരു തർക്കമില്ല. കൊലവിളി പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത് പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്. വീട്ടിൽ കയറി അടിച്ച് തല പൊള്ളിക്കുമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പി.വി. അൻവർ. വിവരങ്ങളുമായി കെ.ടി. സ്വാലിഹ മലപ്പുറത്ത് നിന്ന് ചേരുകയാണ്. സ്വാലി, പി.വി. അൻവറിന്റെ കൊലവിളി പ്രസംഗമാണ് നമ്മൾ കേട്ടത്. അൻവറിനെതിരെ വന്നു കഴിഞ്ഞാൽ വരുന്നവരുടെ തല അടിച്ചു പൊളിക്കും, വീട്ടിൽ കയറി അടിച്ചു പൊളിക്കുമെന്നാണ് പി.വി. അൻവർ പൊതുമധ്യത്തിൽ പരസ്യമായി നിന്നുകൊണ്ട് കൊലവിളി പ്രസംഗം നടത്തുന്നത്. ഇത് എവിടെയാണ്, ഏത് പശ്ചാത്തലത്തിലാണ് ഇതുപോലൊരു പ്രസംഗം പി.വി. അൻവർ നടത്തിയിരിക്കുന്നത്? മനു, ഇന്നലെ ചുങ്കത്തറ തെരഞ്ഞെടുപ്പിൽ അവിശ്വാസ പ്രമേയം പാസായി ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടമായിരുന്നു. പിന്നീട് യു.ഡി.എഫ് നടത്തിയ പൊതുയോഗത്തിലാണ് പി.വി. അൻവർ ഇത്തരത്തിൽ ഭീഷണി പ്രസംഗം നടത്തിയത്. കൂറുമാറിയ അംഗം ചുങ്കത്തറയിലെ വനിതാ പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ CPIM-ന്റെ ഏരിയ സെക്രട്ടറി ഭീഷണിപ്പെടുത്തി എന്നാരോപിച്ച് അതിനുള്ള മറുപടിയായാണ് അൻവർ ഇത്തരത്തിൽ പ്രസംഗിക്കുന്നത്. ഭീഷണിക്കെതിരെ പോലീസിൽ പരാതി നൽകുമെന്നും ഇത്തരത്തിലൊരു വോയിസ് മെസ്സേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അൻവർ അവകാശപ്പെടുന്നുണ്ട്. ഇതിന് മറുപടിയായാണ് ഇത്തരത്തിൽ ഒരു ഭീഷണി നടത്തുന്നത്. യു.ഡി.എഫ് പ്രവർത്തകരെയും തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചാൽ വീട്ടിൽ കയറി തല അടിച്ചു പൊട്ടിക്കുമെന്നാണ് പി.വി. അൻവർ പ്രസംഗിച്ചത്. മദ്യവും മയക്കുമരുന്നും കൊടുത്താണ് CPIM പ്രവർത്തകരെ ഇറക്കി വിടുന്നത്. ഇങ്ങനെ ആളുകളെ വിടുന്നവർക്ക് അവരുടെ തലയാണ് അടിച്ചു പൊളിക്കുക എന്ന ഒരു ഭീഷണി അൻവർ നടത്തുന്നു. ചുങ്കത്തറ ടൗണിൽ 100 കണക്കിന് ആളുകൾ സാക്ഷി നിർത്തിയായിരുന്നു ഇത്തരത്തിൽ യു.ഡി.എഫിന്റെ പ്രവർത്തകരെ സാക്ഷി നിർത്തിയായിരുന്നു. കഴിഞ്ഞ കുറെ നാളുകളായി ഏതോ പാരലൽ വേൾഡിലെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെയാണ് പി.വി. അൻവറിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. പക്ഷേ നിയമവാഴ്ചയുള്ളൊരു നാടല്ലേ, പരസ്യമായി ഇത്തരത്തിൽ ഭീഷണി കൊലവിളി നടത്തിയാൽ അങ്ങനെ വെറുതെ ഇരിക്കാൻ കഴിയില്ലല്ലോ. നിയമ നടപടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നില്ലേ? തീർച്ചയായും ഇക്കാര്യങ്ങളിൽ നിയമ നടപടി ഉണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഇത് വാർത്തയായതിനു ശേഷമാണ് ഇക്കാര്യങ്ങളെല്ലാം വലിയ ചർച്ചയാവുന്നത്. ഇന്നലെ വൈകിട്ടാണ് ഈ ഒരു പ്രസംഗം പി.വി. അൻവർ നടത്തുന്നത്. സ്വാഭാവികമായും ചുങ്കത്തറയിൽ ഇടതുമുന്നണി പ്രവർത്തകരെല്ലാം ഇന്നലെ ബൈ ഇലക്ഷൻ അല്ല, അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതായിരുന്നു. ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ, വലിയ ചർച്ചകൾക്കിടയിലെല്ലാം യു.ഡി.എഫ് പ്രവർത്തകർ അക്രമാസക്തരായി വരുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. യു.ഡി.എഫ് പ്രവർത്തകർക്ക് പുറമെ ഒതായിയിൽ നിന്ന്, അതായത് പി.വി. അൻവറിന്റെ നാട്ടിൽ നിന്ന് ക്രിമിനലുകളെ ഇവിടേക്ക് എത്തിച്ചതായി CPIM നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ട്. പിന്നീട് വൈകിട്ട് വലിയ പൊതുയോഗവും ആ പൊതുയോഗത്തിലെല്ലാം ഇത്തരത്തിൽ വലിയ വിമർശനങ്ങൾ, അധിക്ഷേപങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി പ്രസംഗവും അൻവർ നടത്തിയത്. മനു, ശരി, പി.വി. അൻവർ ഭീഷണി പ്രസംഗം നടത്തിയിരിക്കുന്നു. അതിന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. തലയടിച്ചു പൊളിക്കുമെന്നാണ്, അൻവറിനെതിരെ വന്നാൽ തലയടിച്ചു പൊളിക്കുമെന്നാണ് ഇന്നലെ ചുങ്കത്തറയിൽ നടന്ന പൊതുയോഗത്തിൽ പി.വി. അൻവർ പരസ്യമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം ഇതിന്റെ തുടർച്ചയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന്. ഇത്തരത്തിൽ നിയമ നടപടികളടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സ്വാലിഹ് നമ്മളോട് പറയുന്നത്.